ബംഗാൾ ഉൾക്കടലിനെ പറ്റി പറയുകയാണെങ്കിൽ സൗത്ത് ഏഷ്യയിൽ ഉടനീളം വരുന്ന ജനങ്ങളുടെ ഒരു ഉപജീവന മാർഗത്തിന്റെ ഉറവിടമാണ്. അതായത് അവർക്ക് ജീവിക്കാനുള്ള സ്രോതസ് കണ്ടെത്തുന്നത് ഈ ഒരു കടലിൽ നിന്നാണ്, ബംഗാൾ ഉൾക്കടലിൽ നിന്ന്. ഇപ്പോഴുള്ള ബംഗാൾ ഉൾക്കടലിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. കാരണം ഏകദേശം 50% മത്സ്യസമ്പത്ത് അല്ലെങ്കിൽ സീ ഫുഡ്സ് ആണ് അവിടെ നിന്ന് ഇല്ലാതാകുന്നത്, നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചിലപ്പോൾ നമുക്കൊക്കെ തോന്നാം അതിന്റെ കാരണം, മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓവർ ഫിഷിംഗ് ആണെന്ന്. അതായത് നമുക്ക് മത്സ്യത്തെ പിടിക്കാനുള്ള ഒരു ലിമിറ്റ് ഉണ്ട്, അതിൽ അധികമാകുമ്പോൾ മത്സ്യസമ്പത്തിന് അവിടെ കുറവുണ്ടാകാം. ബട്ട് ഹിയർ ദ മെയിൻ വില്ലൻ നോട്ട് ഓവർ ഫിഷിംഗ്, ഇറ്റ് ഈസ് ക്ലൈമാറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം. കേരളത്തിൽ നല്ല രീതിയിൽ തന്നെ നെല്ലുൽപാദനം നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ നെല്ലുൽപാദനത്തിന്റെ ഒരു ബമ്പർ ഹാർവസ്റ്റ് നടക്കണമെങ്കിൽ നല്ല രീതിയിൽ മഴ ആവശ്യമുണ്ട്. അതേ മഴ തന്നെയാണ് ഇപ്പോൾ സമുദ്രത്തിലെ ഇൻക്ലൂഡിംഗ് ബംഗാൾ ഉൾക്കടലിലെ ജീവജാലങ്ങൾക്ക് ഭീഷണിയാകുന്നത്. എന്തുകൊണ്ടാണ് ബംഗാൾ ഉൾക്കടൽ ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ബംഗാൾ ഉൾക്കടൽ റാൻഡമായിട്ട് മാപ്പുകൾ കാണുന്ന ഒരു കടലല്ല. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അന്നപൂർണ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമർ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ഏകദേശം 20 കോടിയോളം ജനങ്ങളാണ് ഈ ബംഗാൾ ഉൾക്കടലിനെ ആശ്രയിച്ചിരിക്കുന്നത്. കോഴിക്കോടിൽ 4 മണിക്ക് കടലിലേക്ക് പുറപ്പെടുന്ന ഒരു ഫിഷർമാൻ മുതൽ കൊച്ചിയിലെ ഒരു റെസ്റ്റോറൻറ്റിലെ ചെമ്മീൻ കറി വരെ ആശ്രയിച്ചിരിക്കുന്നത് ഈ ബംഗാൾ ഉൾക്കടലിനെയാണ്. ഈ ബംഗാൾ ഉൾക്കടലാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ, നമ്മുടെ ഫുഡ് കൾച്ചറിന്റെ ഹൃദയമിടിപ്പ് എന്നറിയപ്പെടുന്നത്. ഒരു പുതിയ പഠനം തെളിയിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനം മൂലം മൺസൂൺ കാറ്റിന് വരുന്ന മാറ്റം സമുദ്രത്തിൽ നിന്ന്, പർട്ടിക്കുലർലി ബംഗാൾ ഉൾക്കടലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആഹാരത്തിന്റെ ലഭ്യതയെ 50% പകുതിയായി കുറയ്ക്കുന്നു എന്നാണ്. ലൈക്ക് നിങ്ങളൊരു സദ്യ കഴിക്കാൻ പോകുന്നു, പെട്ടെന്ന് തന്നെ പകുതി ഐറ്റംസും വാനിഷ് ആകും. അവിയലുണ്ടോ? ഇല്ല. ഓലനുണ്ടോ? ഇല്ല. പായസവും ഇല്ല. ഇത് തന്നെയാണ് ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ നടക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് കേരളത്തിലെ അല്ലെങ്കിൽ ബംഗാളിൽ പെയ്യുന്ന ഒരു മഴ നമ്മുടെ ഉച്ചയൂണില്, നമ്മുടെ പ്ലേറ്റിലെ ഒരു മീന് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്? സോ ഇവിടെയാണ് നിങ്ങൾ പ്ലാങ്ക്ടൺസിനെ പറ്റി അറിയേണ്ടത്. അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ദ അൺസങ് ഹീറോസ് ഓഫ് സീ. ഈ പ്ലാങ്ക്ടൺസുകൾ തന്നെ 2 തരത്തിലുണ്ട്: ഫൈറ്റോ പ്ലാങ്ക്ടൺസ്, സൂ പ്ലാങ്ക്ടൺസ്. ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത് നമുക്ക് സോളാർ പാനലുകൾ എങ്ങനെയാണോ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണോ, അതുപോലെയാണ് അണ്ടർ വാട്ടറിലെ സോളാർ പാനൽസ് ആണ് ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. ഇവ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഈ ഫുഡ് ഈറ്റ് ചെയ്താണ് സൂ പ്ലാങ്ക്ടൺസ് വളരുന്നത്. ഇതിലെ പ്രോബ്ലം എന്ന് പറയുന്നത്, നോർമലി മൺസൂൺ കാറ്റ് എന്ന് പറയുന്നത് സമുദ്രത്തിനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പോകും. ലൈക്ക് നമ്മൾ സാമ്പാറിൽ എല്ലാം ഒന്ന് മിക്സ് ആവട്ടെ എന്ന് പറഞ്ഞ് കരണ്ടിയിട്ട് സ്പൂണിട്ട് നമ്മൾ ഇളക്കില്ലേ, അതുപോലെ ഇങ്ങനെ നടക്കുന്നത് മൂലം ന്യൂട്രിയന്റ് റിച്ച് ആയിട്ടുള്ള ഡീപ്പ് വാട്ടർ മുകളിലേക്ക് വരും. ഈ ന്യൂട്രിയന്റ് റിച്ച് വാട്ടർ ഫൈറ്റോ പ്ലാങ്ക്ടൺസിന്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് വളരുകയും ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെ മത്സ്യങ്ങൾ ഭക്ഷിക്കുകയും അവ വളരുകയും ചെയ്യും. ബട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ എന്താണ് നടക്കുന്നത്? നമ്മുടെ വീട്ടിലെ ലേസി കസിൻ, മടി പിടിച്ച കസിൻ, സാമ്പാർ ഒന്ന് ഇളക്കിയിട്ട് വരാൻ പറയുമ്പോൾ അവൻ ജസ്റ്റ് തൊടാതെ ഒന്ന് ഇളക്കിയിട്ട് വരും. പ്രോപ്പർ മിക്സിങ് അവിടെ നടക്കില്ല. അതാണ് ഇവിടെ നടക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ഉള്ളപ്പോൾ പ്രോപ്പർ മിക്സിങ് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഡീപ്പിൽ കാണുന്ന ന്യൂട്രിയന്റ് റിച്ച് വാട്ടർ മുകളിലേക്ക് വരാതെ വരും. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസിന് കിട്ടില്ല, അവ നശിക്കും. ഫൈറ്റോ പ്ലാങ്ക്ടൺസിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഫിഷ്, മത്സ്യങ്ങൾ, അവയ്ക്ക് ആഹാരം കിട്ടാതെ അവയും നശിക്കും. മത്സ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന നമുക്ക് മത്സ്യത്തിന്റെ ലഭ്യത കുറയുകയും നമ്മളും സ്റ്റാർവ് ആവുകയും ചെയ്യും. മീൻസ് നമുക്കും ആവശ്യത്തിന് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കിട്ടാതെ വരും. എസ്പെഷ്യലി മത്സ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടനേകം ജനങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഇന്ത്യ, അതുപോലെ ശ്രീലങ്ക, മ്യാൻമർ, ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളിലുണ്ട്. അവരെ ഇത് സാരമായി തന്നെ ബാധിക്കും. ശരിക്കും നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ മുഴുവനും ഈ ചുറ്റുപാടിൽ കാണുന്ന മരങ്ങളാണ്, വൃക്ഷങ്ങളാണ് പുറപ്പെടുവിക്കുന്നത് എന്നല്ലേ? ബട്ട് അതല്ല സത്യം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത്, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ പകുതിയോളം, ഏകദേശം 50% പുറപ്പെടുവിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ഫൈറ്റോ പ്ലാങ്ക്ടനുകളാണ്. അതായത് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ പകുതിയോളം മാത്രമേ വൃക്ഷങ്ങളിൽ നിന്ന് വരുന്നുള്ളൂ. ബാക്കി പകുതി അത് സമുദ്രങ്ങളിൽ നിന്നാണ് വരുന്നത്. സോ ഇത്തരത്തിൽ മത്സ്യത്തിന്റെ ലഭ്യത കുറയുമ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിരിക്കുന്ന സീ ഫുഡ്സിന്റെ വില കൂടും. സോ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇത് ജസ്റ്റ് എറണാകുളം മാർക്കറ്റിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം മാർക്കറ്റിലെ സീ ഫുഡ്സിൻ്റെയൊക്കെ വില കൂടുന്ന ഒരു പ്രശ്നം മാത്രമായിരിക്കും. ബട്ട് ആക്ച്വലി അതങ്ങനെ അല്ല. ഒരുപാട് പേരുടെ ജോലിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാകും. കാരണം ഈ മത്സ്യത്തിൽ നിന്ന് മാത്രം പ്രോട്ടീൻ ലഭിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അതായത് പ്രോട്ടീൻ, ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ്റെ ലഭ്യത അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മത്സ്യവിഭവങ്ങളെ മാത്രമാണ്. സോ മത്സ്യങ്ങൾ ശരിക്കും ലഭ്യത കുറയുമ്പോൾ ഈ ജനങ്ങൾക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ ശരീരത്തിൽ എത്താതെ വരും. അങ്ങനെ അവർക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസസ് ഉണ്ടാകും.
സോ ഇറ്റ് ഈസ് എ ഹ്യൂജ് ഇഷ്യൂ. നമുക്കറിയാം ഈ കഴിഞ്ഞ 2024 റെക്കോർഡ് ബ്രേക്കിംഗ് ടെമ്പറേച്ചർ, ഹീറ്റ് വേവ്സ് നമ്മൾ എത്രത്തോളം വിയർപ്പിച്ചു എന്ന്. സമുദ്രങ്ങളിലും ഇതുപോലെ ഹീറ്റ് വേവ്സ് ഉണ്ട്. പക്ഷേ അവിടെ നമ്മളാണ് വേർത്തിയെങ്കിൽ ഇവിടെ സഫോക്കേറ്റ് ചെയ്യുന്നത് മറൈൻ ജീവജാലങ്ങളാണ്, സമുദ്രത്തിൽ കാണുന്ന ജീവജാലങ്ങളാണ്. സോ ഇത്തരത്തിൽ ബയോഡൈവേഴ്സിറ്റി ലോസ് നടക്കുന്നത് ജസ്റ്റ് ഹാഫ് സ്റ്റോറി മാത്രമാണ്. ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ കെമിസ്ട്രി തന്നെ മാറിപ്പോകും. ദ സൈലന്റ് കില്ലർ, നിശബ്ദ കൊലയാളി. ഇത്തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് മൂലം സമുദ്രങ്ങൾ ജസ്റ്റ് വാം ആവുക മാത്രമല്ല ചെയ്യുന്നത്, അവർ അസിഡിക് ആവുക കൂടി ചെയ്യുന്നുണ്ട്. കാരണം എക്സസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ സമുദ്രങ്ങളും അബ്സോർബ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ടേണിംഗ് ദ സീ ഇൻ ടു സോഡ വാട്ടർ. നമുക്കിതൊക്കെ ചിലപ്പോൾ നിസ്സാരമായിരിക്കും, പക്ഷെ സമുദ്രത്തിൽ വസിക്കുന്ന ജീവജാലങ്ങൾക്ക്, മറൈൻ ലൈഫിന് ഇതൊരു ഡിസാസ്റ്റർ ആണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ കോറൽസ്, ഷെൽഫിഷ്, ഇവരുടെയൊക്കെ ഷെല്ല്, സ്കെൽട്ടൺ ഇതൊക്കെ രൂപീകൃതമാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കാൽസ്യം കാർബണേറ്റിന്റെ ആവശ്യകത ഉണ്ട്. സമുദ്രത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടി അസിഡിക് ആകുമ്പോൾ ഈ കാൽസ്യം കാർബണേറ്റ് ഡിസോൾവ് ആയി പോകും, അലിഞ്ഞു ചേരും അതിൽ. സോ ഈ പറഞ്ഞ ജീവജാലങ്ങൾക്ക് അവർക്ക് ഷെല്ല് രൂപീകൃതമാക്കാനും അല്ലെങ്കിൽ സ്കെൽട്ടൺ രൂപപ്പെടുത്താനുമുള്ള കാൽസ്യം കാർബണേറ്റിന്റെ ലഭ്യത അവിടെ കുറയും. സോ ആ ജീവജാലങ്ങൾ അവിടെ കംപ്ലീറ്റ്ലി വാനിഷ് ആയി പോകും. ഈ കോറൽ റീഫിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത്, ഇവർ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ജസ്റ്റ് 1% മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് വരുന്നത്, ഈ 1%ത്തിലാണ് സമുദ്രത്തിൽ ആകെ കൂടെ ഉള്ള ജീവജാലങ്ങളുടെ 25% ഉൾക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, സമുദ്രത്തിന്റെ 1/4 ഈ 1% കോറൽ റീഫുകളിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് കോറൽ റീഫിന്. സോ ബംഗാൾ ഉൾക്കടലിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് കൊച്ചിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഞാൻ എന്തിനു പേടിക്കണം? അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അതിനൊരു കാരണമുണ്ട്. ഈ സമുദ്രങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്ന പ്രെറ്റി ബീച്ചസ് മാത്രമല്ല. ഇത് 25% ഗ്ലോബൽ കാർബൺ എമിഷനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ക്ലൈമാറ്റിനെ കൂളാക്കുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ GDPക്ക് ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട് ത്രൂ ബ്ലൂ എക്കോണമി, ഫിഷിംഗ്, അതുപോലെ മറൈൻ ടൂറിസം എറ്റ്സെട്ര. സോ സമുദ്രത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്ലേറ്റിലെ ഫിഷ് കറിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ്. നമ്മുടെ അയൽക്കാരന്റെ ജോബിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ്. അത് മാത്രമല്ല, നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജനെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. സോ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ, നടക്കുന്നത് നടക്കട്ടെ, വരുന്നത് ആ ഇടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും നോക്കാം. സോ ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ മൺസൂൺ കാറ്റിന് മാറ്റം വരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓഷൻ ലൈഫ് കംപ്ലീറ്റ്ലി ഇല്ലാതാകും. അത് മാത്രമല്ല, നിങ്ങൾ ഓർക്കേണ്ടത് ഇത് ജസ്റ്റ് മറൈൻ ലൈഫിനെ സംബന്ധിച്ചുള്ള കാര്യം മാത്രമല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന റൈസിനെ സംബന്ധിച്ച ഒരു കാര്യമാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മീൻ കറിയെ സംബന്ധിച്ച ഒരു കാര്യമാണ്, ആൻഡ് നിങ്ങൾ എടുക്കുന്ന ഓരോ രണ്ടാമത്തെ ബ്രീത്തിനെ സംബന്ധിച്ച ഒരു കാര്യമാണ്. രണ്ടാമത്തെ ബ്രീത്ത് എന്ന് പറയുന്നത്, ആദ്യത്തെ ബ്രീത്ത് ട്രീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ ബ്രീത്ത് ഓഫ് കോഴ്സ് സമുദ്രങ്ങളിൽ നിന്നാണ് വരുന്നത്. സോ ബേ ഓഫ് ബംഗാൾ സ്റ്റഡി ഈസ് നോട്ട് ജസ്റ്റ് അക്കാഡമിക് പേപ്പർ, ഇറ്റ് ഈസ് എ വാർണിംഗ് ഷോട്ട്. ഇതൊരു മുൻകരുതലാണ്. സോ ഇത്തരത്തിൽ ഓരോ ആൾട്ടർനേറ്റ് ബ്രീത്തും പ്രൊവൈഡ് ചെയ്യുന്ന സമുദ്രത്തിന്, നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ബ്രീത്ത് പ്രൊവൈഡ് ചെയ്യുന്ന സമുദ്രത്തിന് എന്തെങ്കിലും നമ്മൾ ഉപകാരപ്രദമായി തിരിച്ചു നൽകണ്ടേ? അവിടെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ സാധിക്കും, നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. എങ്ങനെ? സ്ട്രോങ്ങർ പോളിസീസ്, കട്ടിംഗ് ദ കാർബൺ എമിഷൻസ്, ഇന്റർനാഷണൽ കോപ്പറേഷൻ. ഇന്ത്യക്ക് ഇന്റർനാഷണലുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ഇതിനൊരു പ്രതിരോധ വിധി കണ്ടെത്താൻ സാധിക്കും. ആൻഡ് മോർ ഓവർ, സസ്റ്റൈനബിൾ ഫിഷിംഗ് ആക്ടിവിറ്റീസ്.